നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുട്ടൻ അപകടം സംഭവിക്കുമ്പോ ഒപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നോ മാഡം? കുട്ടൻ ഓടിച്ചിരുന്ന കാറ് മറ്റാരെങ്കിലും ഇടിച്ചിരുന്നോ? ഏയ് ഇല്ല, ഞങ്ങളുടെ അറിവിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ എന്തു പറ്റി? കുട്ടാ മാറ് മാറ്, ബ്രേക്കില്ല. കുട്ടാ വണ്ടി ഇടിക്കും, മാറ്. കുട്ടാ കുട്ടാ മാറ് കുട്ടാ മാറ് കുട്ടാ എന്താ? മാറ്. ഈശ്വരാ, ആക്സിഡന്റിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ആരോടാ മാറാൻ പറയുന്നത്? ഇനി ആക്സിഡന്റിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കാണോ? കുട്ടാ വണ്ടി ഇടിക്കും, മാറ് മാറ്. കുട്ട കുട്ട ഒന്നുമില്ല, ഒന്നുമില്ല, നോക്കേ മാറ് കുട്ടാ. മാറ്. ഏ കുട്ടാ, ഒന്നുമില്ല, ഒന്നുമില്ല, വണ്ടി ഇടിക്കും. ഒന്നുമില്ല കേട്ടോ. അതെ, അവിടെ ദേവിക പൊന്നാരന്തോട്ടത്തിൽ എന്ന അഡ്രസ്സിൽ എന്തെങ്കിലും കൊറിയർ വന്നിട്ടുണ്ടോ? ആ, ഇന്ന് ഇല്ലേ? വന്നിട്ടില്ല? ശരി. എത്ര കൊറിയർ സർവീസിലേക്ക് വിളിച്ചു, ഒരിടത്തും അവളുടെ പേരിൽ ഒരു കൊറിയറും വന്നില്ലെന്ന് വെച്ചാ ആ കൊറിയർ മാത്രം എവിടെ പോയി? സ്വാമി അച്ഛൻ അയച്ച മരുന്നുകൾ എങ്ങോട്ട് പോയി? മേഘമലയെന്ന് കൊറിയർ ചെയ്താൽ ഇന്നതിവിടെ എത്തേണ്ടതാണ്. ഈ അഡ്രസ്സിലല്ലേ സ്വാമി അച്ഛൻ കൊറിയർ അയക്കുകയുള്ളൂ. എന്നിട്ടും അതെവിടെ പോയി? ശേ, ഇനി ഞാനത് എവിടെ പോയി തിരക്കും? ഹരിയേട്ടാ, എന്തു പറ്റി? ആകെ ദേഷ്യം പിടിച്ച മട്ടാണല്ലോ. എന്താ പ്രശ്നം? അതറിഞ്ഞിട്ട് നിനക്ക് ബന്ധു വേണം. അത് കൊള്ളാം. എന്നോട് എന്തിനാ ചൂടാവുന്നേ? അതിന് ഞാനെന്ത് തെറ്റാ ചെയ്തേ? എനിക്കത് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതിന് ഞാനാണോ കാരണം? എന്നോട് ഇങ്ങനെ തർക്കോത്തരം പറയാൻ നിൽക്കരുത് കേട്ടോ. അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ കാര്യങ്ങൾ. അതെ, കൂടുതൽ ഉപമയും ഉൾപ്രേക്ഷയും ഒന്നും വേണ്ട കേട്ടോ. അയ്യോ, ഇത് ഉപമയും ഉൾപ്രേക്ഷയൊന്നും അല്ല, ഇത് പഴഞ്ചൊല്ല. എന്ത് ചൊല്ലാലും ശരി, നിന്നെ ഏൽപ്പിച്ച പണി മാത്രം നീ ചെയ്താൽ മതി. ആ, വെറുതെ എന്നെ ശല്യപ്പെടുത്താൻ വരരുത്. ഞാൻ ശല്യപ്പെടുത്താനൊന്നും അല്ല വന്നത്. ദേ, നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ വെച്ച് പെരുമാറിയാ നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ എങ്ങനെ അറിയാ? കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറ. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അത് ഞാനും കൂടെ അറിഞ്ഞാലല്ലേ എനിക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. സ്വാമിയച്ഛൻ മരുന്ന് ദേവികയുടെ പേരിൽ കൊറിയർ ചെയ്യുമെന്നല്ലേ പറഞ്ഞേ? അതെ, അങ്ങനെയാ പറഞ്ഞത്. ആ കൊറിയർ ദേവികയുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് കൈക്കലാക്കാൻ വേണ്ടി ഞാൻ ഈ സിറ്റിയിലെ സകല കൊറിയർ സർവീസുകളെയും വിളിച്ച് അന്വേഷിക്കുകയായിരുന്നു. ഇനി അന്വേഷിക്കാൻ ഒരു കൊറിയർ സർവീസും ബാക്കിയില്ല. എവിടെയും അവളുടെ പേരിൽ അങ്ങനെ ഒരു കൊറിയർ വന്നിട്ടില്ല. ഒരിടത്തും ആ കൊറിയർ വന്നിട്ടില്ലെങ്കിൽ സ്വാമി അച്ഛൻ ആ മരുന്നുകൾ അയക്കുന്നത് കൊറിയർ സർവീസിലൊന്നും ആയിരിക്കില്ല. പിന്നെ പിന്നെ എങ്ങനെയായിരിക്കും അയാൾ ആ മരുന്നുകൾ ഇങ്ങോട്ട് അയക്കുന്നത്? അതിപ്പോ ദേവിയയ്ക്ക് മാത്രമല്ലേ അറിയാനാകൂ. അവളോട് ഇതേപ്പറ്റി ചോദിക്കാനും പറ്റില്ലല്ലോ.
മരുന്ന് ഏത് മാർഗത്തിലൂടെ വരുന്നെന്ന് അറിയാതെ അതിനെ തടയാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം. ആ മരുന്ന് ദേവിക സിദ്ധുവിന് കൊടുക്കാൻ പാടില്ല. മാറ് മാറ്, ബ്രേക്കില്ല. കുട്ടാ വണ്ടി ഇടിക്കും, മാറ്. എന്റെ സഹായം വല്ലതും വേണോ? ഏയ് ഒന്നും വേണ്ട. ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യാം. ഇത് എനിക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. മാഡത്തിന് എന്താ വേണ്ടേ? ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ വന്നതാ. ഞാൻ എടുത്തുതരാം മാഡം. വേണ്ട, ഞാൻ എടുത്തോളാം. മാഡം ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ വെള്ളം ഞാൻ അവിടെ കൊണ്ടുവന്ന് തരുമായിരുന്നല്ലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല. അത്രയ്ക്ക് വയ്യാഴികയൊന്നും എനിക്കില്ല. എന്താ ഇത്, സാമ്പാറാണ്? ആ അതെ. എങ്ങനെയുണ്ട് മാഡം? അസലായിട്ടുണ്ട്. താങ്ക് യു മാഡം. ശരി, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പാരന്റ്സ് മീറ്റിംഗിന് അവതരിപ്പിക്കാനുള്ള ചില വിഷയങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. ശരി മാഡം. മാഡം, കുട്ടന് അപകടം സംഭവിക്കുമ്പോ ഒപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നോ മാഡം? കുട്ടൻ ഓടിച്ചിരുന്ന കാറ് മറ്റാരെങ്കിലും ഇടിച്ചിരുന്നോ? ഏയ് ഇല്ല, ഞങ്ങളുടെ അറിവിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ എന്തുപറ്റി? ദേവിക എന്താ ഇപ്പൊ ഇതേപ്പറ്റി ചോദിച്ചേ? അല്ല, ഇന്നലെ ഉറക്കത്തില് കുട്ടൻ ഏതോ അപകടത്തെക്കുറിച്ച് അവ്യക്തമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോ ആക്സിഡന്റില് വേറെ ആരോ ഉൾപ്പെട്ട പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാ. വേറെ ആരാ? അവൻ ഏത് ആക്സിഡന്റിനെ കുറിച്ചാ പറഞ്ഞേ? അത് കുട്ടൻ ഉറക്കപ്പിച്ചില് പറഞ്ഞല്ലേ മാഡം. മാഡം അത് വിട്ടേക്ക്, കാര്യാക്കണ്ട. അബി, വേഗം വാടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.